إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹാധനികരായ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ കൈകാര്യം ചെയ്യണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മാസത്തിലാണ്, അതിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഇന്നുള്ളത്. ഹിജ്റ 1446 ഹിജ്റയുടെ സന്ദേശവും അതിൻ്റെ പ്രാധാന്യവും നാം പലപ്പോഴും പല പ്രഭാഷണങ്ങളിൽ കൂടി നാം കേട്ടിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് ശേഷം 13 വർഷം അള്ളാഹുവിൻ്റെ പ്രവാചകർ മക്കയിൽ ജീവിക്കുകയുണ്ടായി. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഥനകഥയുടെ ചരിത്രങ്ങളും മക്കക്കാർ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആ പ്രവാചകരിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വളരെ കുറഞ്ഞ സ്വഹാബാക്കളും അവർ അനുഭവിച്ച ത്യാഗങ്ങളും ധീരോദാത്തമായിട്ടുള്ള ചരിതങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. മനസ്സിലാക്കിയ ആദർശമനുസരിച്ചുകൊണ്ട് ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മദീനയിലേക്ക് പലായനം ചെയ്തതാണ് ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53-ാമത്തെ വയസ്സിലാണ് ആ മഹത്തായ ചരിത്രം നടന്നത്.
സഫർ മാസം 27-നായിരുന്നു അതിൻ്റെ തുടക്കമെങ്കിലും റബീഉൽ അവ്വൽ 8-ന് മദീനയിലെ ഖുബായിലും റബീഉൽ അവ്വൽ 12-ന് മദീനയിലും പ്രവേശിച്ചതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മദീനയിൽ വന്നെത്തിയ ആ ദിവസത്തെ സംബന്ധിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇപ്രകാരമാണ്: അൽ മദീനത അളാഅ മിൻഹാ കുല്ലി ഷൈ. മദീന നഗരം പ്രകാശപൂരിതമായി എന്നാണ്. സന്തോഷത്തോടുകൂടി മദീനക്കാർ വരവേറ്റതായും ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ത്വലഅൽ ബദറു അലൈനാ മിൻ ഫനിയാത്തിൽ വിദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. വിദാ പർവ്വതത്തിൻ്റെ വിടവിലൂടെ നമ്മുടെ മേൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു. അള്ളാഹു നൽകിയ ഈ ഔദാര്യത്തിന് നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദീനക്കാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബാക്കളെയും വരവേറ്റത് നാം ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കിയതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തായിരുന്നു ഒരു ഇസ്ലാമിക കലണ്ടർ വേണമെന്നുള്ള അനിവാര്യത ബോധ്യപ്പെട്ടപ്പോൾ കത്തുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖലീഫ എഴുതുമ്പോൾ ഇത് എന്നാണ് എഴുതിയത്, ഏത് വർഷമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഖലീഫ സ്വഹാബാക്കളെയൊക്കെ വിളിച്ചു കൂട്ടുന്നത്. നമുക്കൊരു ഹിജ്റ കലണ്ടർ വേണം. റോമക്കാർക്കും പേർഷ്യക്കാർക്കും കലണ്ടറുണ്ട്. നമുക്കൊരു കലണ്ടർ വേണം എന്നുള്ള അനിവാര്യതയെക്കുറിച്ച് ഖലീഫ സ്വഹാബാക്കളോട് പറയുമ്പോൾ ചർച്ചയാണ്. എന്നു മുതലാണ് നമുക്ക് വർഷം ആരംഭിക്കേണ്ടത്? അവിടെ കൂടിയവർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമുക്കറിയാം, ചരിത്രത്തിൽ ഇടം തേടിയിട്ടുള്ള ഹുദൈബിയ സന്ധി അവിടെ ചർച്ചയായി വന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ വർഷം നമുക്ക് ഹിജ്റ വർഷം തുടങ്ങാം. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ദിവസങ്ങൾ ചരിത്രം ഏറ്റുപിടിച്ച സംഭവ ബഹുലമായിട്ടുള്ളത് നമുക്കറിയാം. ഹുദൈബിയ സന്ധിയുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വേണമെങ്കിൽ അവർക്ക് ഹിജ്റ വർഷമാക്കാം. അതുപോലെ തന്നെ ബദർ ദിനവും ഇസ്രാ മിഅ്റാജ് ദിനവും, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചു. പക്ഷേ ഹിജ്റ വർഷം ഒരു അറബിക് കലണ്ടർ എന്ന് തുടങ്ങാം എന്നുള്ള വിഷയത്തിൽ അന്തിമമായി എടുത്ത ഒരു തീരുമാനമാണ്. അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന ആ മാസം മുതൽ നമുക്ക് ഹിജ്റ എണ്ണി തുടങ്ങാം എന്നുള്ള ആ ഒരു ചരിത്രമാണ് അറബിയിൽ ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്കും 17 വർഷത്തിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു ഹിജ്റ കലണ്ടർ 1-ാം വർഷമായി സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയുണ്ടായി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നത് അനിവാര്യമായ ഒരു യാത്രയായിരുന്നു. അത് ഒരു ഒളിച്ചോട്ടത്തിൻ്റെയോ ഒരു പേടിപ്പെടുത്തലിൻ്റെയോ ഒരു യാത്രയായിരുന്നില്ല. ആദർശത്തിൻ്റെയും അതുപോലെയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാം പഠിപ്പിച്ചതുപോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ഒരു നൈരന്തര്യമായിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മദീനയിലേക്ക് അള്ളാഹിൻ്റെ റസൂലും സഹാബാക്കളും പലായനം ചെയ്തത്. ഹിജ്റയെ സംബന്ധിച്ചിട്ടുള്ള പ്രേരണയും പുണ്യവും വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളിൽ കൂടി നമുക്കറിയാവുന്നതാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 218-ാമത്തെ ആയത്തിൽ കൂടെ റബ്ബുൽ ഇസ്സത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഹിജ്റയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവർ, പലായനം ചെയ്യുന്നവർ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഹിജ്റ ചെയ്യുന്നവരെയും ആ ഹിജ്റ ചെയ്തവർക്ക് സഹായം നൽകിയ അൻസ്വാറുകൾക്കും ആ 2 വിഭാഗത്തെയും അനുധാവനം ചെയ്യുന്നവർക്കുമുള്ള പ്രശസ്തിയും സന്തോഷ വാർത്തയും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുകയാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അരുവിയൊഴുകുന്ന സ്വർഗം അവർക്കുണ്ട്.
അള്ളാഹുവിൻ്റെ ദീൻ സംരക്ഷിക്കുവാനായിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകൾ, അവരെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്ത അൻസ്വാറുകൾ, അവരെ ഇത്തിബാ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് സ്വർഗമുണ്ട്, അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹിജ്റയുടെ തുടക്കത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്ത് ഇസ്റാ 80-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഹിജ്റക്ക് ഒരുമ്പെട്ടപ്പോൾ പ്രവാചകരുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. റബ്ബി അദ്ഖിൽനീ മുദ്ഖല സുദ്ഖ്. അള്ളാഹുവേ, സത്യത്തിൻ്റെ പ്രവേശന മാർഗത്തിൽ കൂടി എന്നെയും നീ പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നീ മുഖ്റജ സിദ്ഖ്. സത്യത്തിൻ്റെ വാതിലിൽ കൂടി എന്നെ നീ പുറത്തു കൊണ്ടുവരണം റബ്ബേ. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. എന്നെ സഹായിക്കുന്ന ഒരു ശക്തിയെ നിന്റെ പക്കൽ നിന്നും നീ ഏർപ്പാടാക്കി തരണം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹിജ്റ എന്ന് പറയുന്നത് ഒരു നവീനമായിട്ടുള്ള ഒരു ആശയമല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ഒരു പലായനമായിരുന്നില്ല. മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരിൽ പലരും സ്വന്തം നാട് വിട്ടുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്തത് ചരിത്രത്തിൽ നിന്നും നാം വായിക്കുകയാണ്. ദുൽഹിജ്ജ മാസം ആദർശ പോരാട്ടങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഹിജ്റയെ സൂചിപ്പിക്കുകയാണ്. ഫലസ്തീനിലേക്കും പിന്നീട് മക്കയിലേക്കും പലായനം ചെയ്ത ഖലീലുള്ളയുടെ ചരിത്രമായിരുന്നു നാം കഴിഞ്ഞ ദുൽഹിജ്ജ മാസം അയവിറക്കിയത്. അതുപോലെ തന്നെയാണ് ഈ മുഹറം മാസത്തിന്റെ മറ്റൊരു പവിത്രത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സഹായം. നമുക്കറിയാം, സ്വച്ഛാധിപതിയായിരുന്ന ഏകചക്രാധിപതിയായിരുന്ന നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ആ ഒരു അദാബിൽ നിന്നും, അവന്റെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്നും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ഇതുപോലെയുള്ള ഒരു മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസമായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഷിർക്കിന്റെ കൂടാരത്തിൽ നിന്നും അബീജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിലാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്രൂദിന്റെയും ഫിറഔന്റെയും ചരിത്രം വംശീയതയുടെയും വർഗീയതയുടെയും ആൾ രൂപങ്ങളായിരുന്നു. നമ്രൂദും ഫിറഔനുമെല്ലാം ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ അനുവദിക്കാതെ ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയുകയും പെൺകുട്ടികളെ ജീവനോട് വിടുകയും ചെയ്തിരുന്ന ധിക്കാരിയായിരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തു നിന്ന ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്ന ഫിറഔന അലാ ഫിൽ അർള്. ഭൂമിയിൽ അവൻ ഔന്നത്യം നടിച്ചുവെന്നാണ്. ഞാനാണ് ഇലാഹ്, എന്നെക്കാളും ആരാണ് മറ്റൊരു ഇലാഹ് എന്നുള്ള അഹങ്കാരത്തോടു കൂടി ജീവിച്ച ആ ഫിറഔന്റെ ചെയ്തിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലെ 4-ാമത്തെ ആയത്തിൽ കൂടി കൃത്യമായി വിശദീകരിക്കുകയാണ്. അവൻ ചെയ്ത ഏറ്റവും വലിയ ദുർനടപ്പ് എന്ന് പറയുന്നത് വജഅല അഹ്ലഹാ ശിയാ. നാട്ടുകാരെ വ്യത്യസ്തമായിട്ടുള്ള കക്ഷികളാക്കി. നീ ഖിബ്തിയാണ്, നീ വന്നവനാണ്, നീ ഇവിടെ പിറന്നവനാണ്, നിനക്ക് ഇവിടെ ജീവിക്കുവാനുള്ള അർഹതയില്ല, അവകാശമില്ല, നിങ്ങളെല്ലാം ഇവിടെ വന്നേറിയവരാണ് എന്നുള്ള വംശീയതയുടെ വർഗീയതയുടെ ആൾരൂപങ്ങളായിരുന്ന ധിക്കാരികളായിട്ടായിരുന്നു ഫിറഔനെയും നമ്രൂദിനെയും ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നത്. അവർ ഒരു വിഭാഗത്തെ ദുർബലരാക്കി എന്നാണ്. ജനിച്ച മണ്ണിൽ നിന്നും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാറൂൻ നബിയെയും അവരടങ്ങുന്ന സംഘത്തെയും ജനിച്ച നാട്ടിൽ നിന്നും മാറ്റിയോടിക്കുവാനായിട്ട് കിണഞ്ഞു പരിശ്രമിച്ച ഒരു ധിക്കാരിയായിട്ടാണ് ഫിറഔനെ ചരിത്രത്തിൽ നാം വായിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയുമല്ലോ നമ്രൂദിന്റെയും ചരിത്രം. അവനും ആ രീതി പിന്തുടർന്ന ഒരു മഹാധിക്കാരിയായിട്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് കഴിഞ്ഞ ദുൽഹജ്ജ മാസം നാം മനസ്സിലാക്കിയത്. ഹർഖൂഹു, ഇവനെ ചുട്ടരിച്ചു കളയുവാൻ ആളില്ലയോ എന്ന് പറഞ്ഞ നമ്രൂദിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ കൂടിയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഈ ധിക്കാരികളെ എല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആധിപത്യം സ്ഥാപിച്ച
അള്ളാഹുവിന്റെ തൗഹീദും റിസാലത്തും വിളംബരം ചെയ്യുവാനായിട്ട് അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി വന്ന പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ ചരിത്രങ്ങളാണ് ഈ മുഹറം മാസത്തിന്റെ ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഫിറഔന്റെ പതനം നമുക്കറിയാമല്ലോ. സൂറത്ത് യൂനുസിലെ 90-ാമത്തെ വചനത്തിൽ കൂടി ചാകുവാൻ പോകുന്ന ആ സമയത്ത് മുസ്ലിമായിക്കൊണ്ട് കലിമത്ത് പറഞ്ഞ ഒരു മനുഷ്യനെയാണ് ഫിറഔന്റെ ചരിത്രത്തിൽ നിന്നും ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ഫിറഔൻ പറഞ്ഞതായി ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, മുങ്ങിച്ചാകുവാൻ പോവുകയാണ്, ഇനി ഒരു പഴുതുമില്ല രക്ഷപ്പെടുവാൻ എന്ന് സ്വയം മനസ്സിലാക്കിയ ധിക്കാരിയായ ഫിറഔൻ അവസാന സമയത്ത് പറയുകയാണ്, ബനൂ ഇസ്രായേലിയർ വിശ്വസിച്ച അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല റബ്ബേ, ഞാൻ മുസ്ലിമാണ്, സർവ്വതും നിനക്ക് സമർപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഫിറഔന്റെ ആ ഒരു കലിമത്തിന് മറുപടിയായി പറയുന്ന റബ്ബുൽ ആലമീൻ, ഇപ്പോഴാണോ നിനക്ക് നന്നാകുവാനുള്ള സമയം? ധിക്കാരിയായി ജീവിച്ചുകൊണ്ട്, തൗഹീദ് പറഞ്ഞവരെ ആക്രമിച്ചുകൊണ്ട്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ട്, ചാകാൻ നേരത്താണോ നിന്റെ ഈ രക്ഷപ്പെടലെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മറുപടി കൃത്യമായ രീതിയിൽ ഈ ആയത്തിൽ നാം മനസ്സിലാക്കുകയാണ്. നമ്രൂദിന്റെയും പതനം അങ്ങനെയായിരുന്നു. ചരിത്രത്തിൽ കാണാം, 500 മുഴം ഉയരമുള്ള മഹാഗോപുരം അവൻ പണിതുവെന്നാണ്. ആകാശത്തുള്ളവരുമായിട്ടുള്ള യുദ്ധം ചെയ്യുവാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോയ ആ നമ്രൂദ് 500 അടി ഉയരമുള്ള ഗോപുരം അവൻ പണിയുകയാണ്. അവസാനം ആ ധിക്കാരിയുടെ ആ പതനം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 26-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫഅതല്ലാഹു ബുൻജാനഹും മിനൽ ഖവാഇദി ഫഖറ അലൈഹിം അസ്സഖഫു മിൻ ഫൗഖിഹിം. കെട്ടിപ്പൊക്കിയതിന്റെ അടിത്തറ അല്ലാഹു തകർത്തു കളഞ്ഞു, ആ മേൽക്കൂര അല്ലാഹു പൊളിച്ചു കളഞ്ഞു. വഅതാഹുമുൽ അദാബു മിനൽ ഹൈസു ലാ യശ്ഉറൂൻ. അവൻ നിനച്ചിരിക്കാതെ പെടുന്നതിനെയുള്ള ഒരു ശിക്ഷ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി നമ്രൂദിന്റെ പതനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ വഹയി ലഭിക്കുന്ന ആ സമയം മക്കയിലുള്ള നമുക്കറിയാം, ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും വഹയി ലഭിച്ചതിന് ശേഷം പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറയുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിക്കൊണ്ട് ഖദീജയുടെ പിതൃവ്യപുത്രനായ ഒരു ജോത്സ്യന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. വറഖത്ത് ബിൻ നൗഫൽ വേദഗ്രന്ഥത്തിലെ മഹാപണ്ഡിതനായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നുകൊണ്ട് പ്രവാചകനെ സംബന്ധിച്ച് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ചോദിച്ചറിയുകയാണ് വറഖത്ത് ബിൻ നൗഫൽ. അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. കേട്ട വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് മൂസാ നബിയുടെ അടുക്കൽ ഇറങ്ങിയ അതേ മലക്ക് തന്നെയാണ്, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് തന്നെയാണ്. മൂസാ നബിക്ക് ഏതൊരു ദിവ്യത്വവുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രബോധനവുമായിട്ട് വന്ന മലക്ക് ഏതാണോ ആ മലക്ക് തന്നെയാണ് മുഹമ്മദേ നിന്റെ അടുക്കലും വന്നിരിക്കുന്നത്. എന്നാൽ ഞാനൊരു സംഭവം പറയട്ടെ, യാ ലൈതനി ഫീഹാ ജദഅ, നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി പോകുന്ന ഒരു മഹാദുരന്തമുണ്ട്. ആ ദുരന്തത്തിന്റെ സമയത്ത് ഞാനന്ന് യുവാവായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതനി അകൂന ഹയ്യൻ ഹീന യുഖ്രിജുക ഖൗമക്, നീ പ്രബോധനം ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നിന്റെ നാട്ടുകാരുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരും നിന്റെ വീട്ടുകാരും നിന്റെ ബന്ധുക്കളും പിറന്ന നാട്ടിൽ നിന്നും നിന്നെ ആട്ടിയോടിക്കുന്ന ആ ഒരു രംഗത്തിന് ഞാൻ സാക്ഷിയാണ് എങ്കിൽ, ഞാനന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ മുഹമ്മദേ നിന്റെ കൂടെ നിന്നുകൊണ്ട് നിനക്ക് അനുകൂലമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുമായിരുന്നു. ഇത് കേൾക്കുമ്പോഴേക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വറഖത്ത് ബിൻ നൗഫലിനോട് മറുപടി പറയുന്ന ഒരു നിസ്സഹായത സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നു. വറഖത്ത് ബിൻ നൗഫൽ പറയുമ്പോൾ, നിന്നെ നാട്ടുകാർ ഒറ്റപ്പെടുത്തും കേട്ടോ, പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കക്കാർ നിന്നെ ബഹിഷ്കരിക്കും, നാട്ടിൽ നിന്നും പുറത്താക്കും. ഇത് കേൾക്കുമ്പോഴേക്കും സ്വാദിഖുൽ അമീനായ എന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവ മുഖ്രിജിയഹും,
അവർ എന്നെ പുറത്താക്കുമോ? അതെ, നിന്നെ പുറത്താക്കും, തീർച്ചയായിട്ടും ഞാൻ നിന്നെ പുറത്താക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ദിവ്യ സന്ദേശവുമായിട്ട് വന്നവർ ആരെല്ലാം ഉണ്ടോ, നിനക്ക് മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഏതെല്ലാം പ്രവാചകന്മാർ ഈ ദിവ്യ സന്ദേശവുമായിട്ട് വന്നോ, അവരെല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അവരെല്ലാവരെയും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് മാട്ടിയോടിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദേ സർവ്വ പിന്തുണയും നിനക്ക് നൽകുമായിരുന്നു എന്ന് പറയുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ ചരിത്രമാണ് വിശ്വാസികളെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തുകയാണ്. വറഖത്ത് ബിൻ നൗഫലിന്റെ പ്രവചനം സാർത്ഥകമാവുകയാണ്, അവിടെ പുലരുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ മഹാദൗത്യം ദീനീ പ്രബോധന രംഗത്തുള്ള കുതിച്ചുചാട്ടം കണ്ടുകൊണ്ട് മുശ്രിക്കുകൾ അലോസരപ്പെടുകയാണ്, അസ്വാസ്ഥ്യപ്പെടുകയാണ്, ബേജാറാവുകയാണ്. കാലിൻ ചുവട്ടിലുള്ള മണ്ണുകൾ ഒലിച്ചു പോകുമോ എന്നുള്ള ഭയം കാരണം അവർ കൂടുകയാണ്, യോഗം കൂടുകയാണ്. എന്ത് ചെയ്യണം മുഹമ്മദിനെ? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനം പറയുന്ന അഭിപ്രായം, ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാക്കൾ വരട്ടെ, അവരെല്ലാവരും കൂടി ഒന്നുകിൽ അവനെ വധിച്ചു കളയട്ടെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഓടിച്ചു കളയട്ടെ, അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഗൂഢതന്ത്രം അവർ തീരുമാനിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിഞ്ഞുകൊണ്ട് ആ കുതന്ത്രത്തെ സംബന്ധിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയാണ്. അത് ഇപ്രകാരം ഖുർആനിൽ വായിക്കാം നമുക്ക്. സൂറത്തു അൻഫാൽ 30-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, സത്യനിഷേധികൾ ഗൂഢതന്ത്രം മെനയുകയാണ്. ഒന്നുകിൽ ബന്ധനസ്ഥ ആക്കാമോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മാട്ടിയോടിക്കാമോ, അല്ലെങ്കിൽ വധിച്ചു കളയാമോ എന്നുള്ള ആ ഗൂഢതന്ത്രം അവർ ആലോചിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, വയംകുറൂൻ, അവരങ്ങനെ ആലോചിക്കുകയാണ്. അല്ലാഹുവും കുതന്ത്രം മെനയുകയാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, കുതന്ത്രം മെനയുന്നവനിൽ ഏറ്റവും ഉത്തമനാണ്. വിശ്വാസികളെ, ഈ ഹിജ്റ നൽകുന്ന പാഠമാണ്. തൗഹീദ് ഉൾക്കൊണ്ടവർക്ക്, അല്ലാഹുവിൻ്റെ വഹദാനിയത്ത് ഉൾക്കൊണ്ട വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ കുതന്ത്രമാണ്, അല്ലാഹുവിൻ്റെ തന്ത്രമാണ് എല്ലാ ഭരണാധികാരികളുടെയും മേലെ നിൽക്കുന്നത്. എന്തെല്ലാം ഭീഷണികളായിരുന്നു കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് നാം കേട്ടുകൊണ്ടിരുന്നത്. ഭരണാധികാരികളുടെ നാവിൽ നിന്നും എന്തെല്ലാം അരുതാത്തത് കേട്ടു. നാട്ടിൽ ജീവിച്ചവരെ പുറത്താക്കും, നാട്ടിൽ ജീവിച്ചവരെ ഒറ്റപ്പെടുത്തും, പൗരത്വം നഷ്ടപ്പെടുത്തും. റബ്ബിന്റെ കുതന്ത്രം മറ്റൊന്നായിരുന്നു. ഹിജ്റയിൽ നിന്നും കിട്ടുന്ന സന്ദേശം അതാണ് സഹോദരങ്ങളെ. ഏതെല്ലാം രാജ്യക്കാർ, ഏതെല്ലാം മഹല്ലുകാർ, ഏതെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും വഹദാനിയത്ത് ഉൾക്കൊണ്ട, തൗഹീദ് ഉൾക്കൊണ്ട വിശ്വാസികളെ, പതറേണ്ട കാര്യമില്ല, വ്യസനപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹുവാണ് വല്ലാഹു ഖൈറുൽ മാകിരീൻ എന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്നത് വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായിട്ടുള്ള പാഠങ്ങളാണ് സഹോദരങ്ങളെ. ഹിജ്റ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ നോക്കിക്കൊണ്ട് പറയുന്ന വല്ലാത്ത ഒരു പറച്ചിലുണ്ട് സഹോദരങ്ങളെ. അത് കൃത്യമായ രീതിയിൽ സുനൻ തുർമുദിയിൽ നാം വായിക്കുകയാണ്. മക്കയെ നോക്കിക്കൊണ്ട് കണ്ണുനീരണിയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ അത്യബക മിൻ ബലദിൻ വഅഹബ്ബക ഇലയ്യ. മക്ക, നീ എത്ര നല്ല നാടാണ് മക്ക, നീ എനിക്ക് എത്ര ഇഷ്ടമാണ്. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറക. എന്നെ ഈ നാട്ടുകാർ പുറത്താക്കിയില്ലെങ്കിൽ, എന്നെ ഇവിടെ നിന്ന് മാട്ടിയോടിച്ചില്ല എങ്കിൽ ഞാനൊരൊറ്റ സ്ഥലത്തും ഞാൻ പോവുകയില്ല, ഞാൻ താമസമാക്കുകയില്ല. അത്രക്കും ഇഷ്ടമാണ് മക്ക നിന്നോട് എനിക്ക് എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വീണ്ടും, വല്ലാഹി ഇന്നക ലഖൈറുൻ അർളില്ലാഹ്, ഭൂമിയിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മക്കയാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി അത് മക്കയാണ്. ചരിത്രമാണ് സഹോദരങ്ങളെ. ഇന്ന് ആ മക്കയെക്കുറിച്ചുള്ള ചരിത്രം പലരും മറന്നുപോയിരിക്കുകയാണ്. ഇന്ന് പലർക്കും മദീനയോടുള്ള മഹബത്താണ്, വേണ്ട എന്നല്ല ഈ പറയുന്നത്. പക്ഷെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള നഗരം അത് മക്കയാണ്.
അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം അത് മക്കയാണ്. കൃത്യമായിട്ടുള്ള ചരിത്രമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഗദ്ഗദ കണ്ഠനായിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും വിട പറയുന്ന ഒരു രംഗം ചരിത്രത്തിൽ നാം വായിക്കുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ ഒരുപാട് സ്വഹാബാക്കൾ നമുക്കറിയാം. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു, ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ, മകൻ, ഈ 3 പേരുടെയും ഹിജ്റ ചരിത്രത്തിൽ വല്ലാതെ ഇടം പിടിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. എന്തിനാ അവർ പോയത്? ജനിച്ച നാട് മക്കയാണ്, മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ. മക്കയിൽ സമ്മതിക്കുന്നില്ല ഈ മുശ്രിക്കുകൾ. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അവർക്ക് സത്യമായ ഈ ദീനിനെ പ്രബോധനം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഒരുങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നാട് വിടുകയാണ്. അങ്കുലി പരിമിതമായിട്ടുള്ള ആൾക്കാർ, വിരലിലെണ്ണാവുന്ന സ്വഹാബാക്കൾ, അതിൽ ചരിത്രത്തിൽ ഇടം തേടിയിട്ടുള്ള ഈ 3 സ്വഹാബാക്കൾ, ഭാര്യയും ഭർത്താവും മകനും, മദീനയിലേക്ക് ചെന്നടുക്കുന്ന സമയത്ത് മക്കക്കാർ പിടിച്ചുവന്നാണ്. എവിടേക്കാ പോകുന്നത്? സലമത്തിന്റെ പിതാവേ, നീ എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. പറ്റില്ല, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ. മകനെയും ഭാര്യയെയും മക്കയിൽ തന്നെ ഉപേക്ഷിച്ചു കൊണ്ട് പോകണം. നോക്കൂ സഹോദരങ്ങളെ, ഗദ്ഗദ കണ്ഠനായിക്കൊണ്ട് കണ്ണുനീരണിയിച്ചുകൊണ്ട് മഹാനായ അബീ സലമത്ത് റളിയല്ലാഹു അൻഹു, ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. ക്ഷമിക്കുക, അള്ളാഹു സഹായിക്കും, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി എന്നെ വന്ന് കാണുക തന്നെ ചെയ്യും എന്ന് പറയുന്ന അബീ സലമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അതിജീവനത്തിൻ്റെ ചരിത്രമാണ്, വിജയത്തിൻ്റെ ചരിത്രമാണ്. അവസാനം ഉമ്മു സലമത്തെയും മകനെയും ഇട്ടേച്ചുകൊണ്ട് മദീനയിലേക്ക് ഏകാന്തനായി പലായനം ചെയ്യുന്ന അബീ സലമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം 1 വർഷം കഴിഞ്ഞതിന് ശേഷം മകനെയും പ്രിയതമയെയും തിരിച്ചു കിട്ടുന്നത് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. മറ്റൊരു സംഭവമാണ് സഹോദരങ്ങളെ, മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം. ഇതൊക്കെ ഹിജ്റയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാണ് സഹോദരങ്ങളെ. സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹു ഇറാഖുകാരനായിരുന്നു. റോമക്കാർ അടിമയാക്കി പിടിച്ചുകൊണ്ടുപോയി. അവസാനം സമ്പന്നനായിരുന്നു അദ്ദേഹം. മക്കയിലേക്ക് തിരിച്ചു വരികയാണ്, ജീവിക്കുകയാണ്, സമ്പന്നനായി ജീവിക്കുകയാണ്. കച്ചവടം ചെയ്ത് ഒരുപാട് അദ്ദേഹം സമ്പത്തുകൾ അദ്ദേഹം ഉണ്ടാക്കിയെന്നാണ്. പലായനം ചെയ്യേണ്ട സമയത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം കേൾക്കുകയാണ്, മദീനയിലേക്ക് പലായനം ചെയ്യണം. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്നും പുറപ്പെടുന്ന ആ സമയത്ത് മക്കക്കാർ പിടിച്ചു വയ്ക്കുകയാണ്. സുഹൈബ്, എവിടേക്കാ പോകുന്നത്? എവിടെയാ പോകുന്നത്? ദരിദ്രനായിട്ടാണ് നീ മക്കയിൽ വന്നത്, മക്കയിൽ നിന്നാണ് നീ ജീവിച്ചത്, മക്കയിൽ നിന്നാണ് നീ അധ്വാനിച്ചത്. നിന്റെ സമ്പത്തെല്ലാം ഇവിടെ വിട്ടേച്ച് മദീനയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് പോകാൻ അനുവദിക്കുകയില്ല. നീ മക്കയിൽ തന്നെ ജീവിക്കണം. പോകാനാണ് താല്പര്യമെങ്കിൽ മക്കയിൽ നിന്നും സമ്പാദിച്ച സമ്പാദ്യമെല്ലാം ഇവിടെ വിട്ടേച്ചു പോകണമെന്ന് പറയുന്ന മക്കക്കാരോട് നിർഭയത്വത്തോടുകൂടി അള്ളാഹുവിന്റെ റിളായാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ ആയത്ത് സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്. എന്താണ് ആയത്ത് എന്നറിയുമോ സഹോദരങ്ങളെ? വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്, സുഹൈബ് ഇബ്നു സിനാൻ അദ്ദേഹത്തെ പോലെയുള്ള ചില സ്വഹാബാക്കളുണ്ട്, ചില മനുഷ്യരുണ്ട്, മൻ യശ്തരി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ അവർ വിൽക്കുകയാണ്. സമ്പാദിച്ചതെല്ലാം ഇട്ടേച്ചു പോവുകയാണ്, അധ്വാനിച്ചതെല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുകയാണ്, അള്ളാഹിന്റെ റസൂലിന്റെ വിളിക്കുത്തരം നൽകുകയാണ്. എനിക്ക് ഈ ആദർശം പ്രബോധനം ചെയ്യണം, എന്റെ മുത്തിന്റെ കൂടെ മദീനയിൽ ജീവിക്കണം, ഒന്ന് കാണാതിരിക്കുവാൻ സാധ്യമല്ല, എന്റെ മുത്തിനെ കണ്ടുകൊണ്ടിരിക്കണം, എന്റെ പൊന്നാര റസൂലുള്ളാഹിനോടൊപ്പം പ്രബോധനം ചെയ്യണം. ആ ഒരു ജിഹ്വ, ആ ഒരു ചിന്ത, അധ്വാനിച്ചതെല്ലാം മക്കയിലേക്ക് ഉപേക്ഷിച്ചു കൊണ്ടുപോയി മദീനയിലെത്തുന്ന ആ ഒരു രംഗം ചരിത്രത്തിൽ കാണുകയാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്, സമ്പാദിച്ചതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട്
ഏകാന്തനായി ഉടുക്കുവാൻ ഒരു വസ്ത്രം മാത്രമായി കൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിക്കൊണ്ട് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു രംഗമുണ്ട്. റബിഹൽ ബൈഅ്, സുഹൈലിന്റെ കച്ചവടം എത്ര ലാഭമാണ്, സുഹൈലിന്റെ കച്ചവടം എത്ര ലാഭമാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗം നൽകും എന്നുള്ള ആ ഒരു ഉറപ്പ്, അതിനുവേണ്ടി സ്വന്തം ശരീരത്തെയും സമ്പാദത്തെയും എല്ലാം റബ്ബിന്റെ മാർഗത്തിൽ വിറ്റേച്ചു പോയ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടം എത്ര ലാഭകരമായ കച്ചവടമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സൂറത്തുൽ ബഖറയുടെ 207 അതിനുശേഷം 208 ആയത്ത് വിശ്വാസികളെ ഹിജ്റയുടെ സന്ദേശമാണ്, ഉൾക്കൊള്ളേണ്ട ചരിത്രമാണ്. ഇത് നമ്മെക്കുറിച്ചാണ്, നമ്മെക്കുറിച്ച് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ആയത്ത് ഇറങ്ങുവാനുണ്ടായിരുന്ന ചില പശ്ചാത്തലങ്ങൾ ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. എന്താണ് ആ സംഭവം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരാക്കിക്കൊണ്ട് വേദക്കാരിൽപ്പെട്ട ചില ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നുവെങ്കിലും അവരിലുള്ള പഴയ വിശ്വാസങ്ങളെല്ലാം അപ്പടി തന്നെ നിലനിർത്തി എന്നാണ്. ഇസ്ലാമിലേക്ക് വന്നു, മരം പെയ്താലും മഴ പെയ്ത് തീർന്നാലും മരം പെയ്ത് തീരില്ല എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നുവെങ്കിലും പഴയ ചില ആചാരങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെയും കൂട്ടത്തിൽ പലരൊക്കെ തൗഹീദ് ഉൾക്കൊണ്ടു, അള്ളാഹുവിനെ മനസ്സിലാക്കി, റസൂലുള്ളാഹിനെ മനസ്സിലാക്കി, സുന്നത്തിന്റെ ഗരിമയും പ്രാധാന്യവും മനസ്സിലാക്കി, ചന്ദനക്കുടത്തിന്റെ ശിർക്കൻ വിശ്വാസത്തെ മനസ്സിലാക്കി. എന്നാലും ഒന്ന് ലേറ്റ് കാണാൻ പോവുക, ആ ജഹാലത്താണത്. എന്തേ ഒരു ലേറ്റ്, എന്തേ ഒരു ഉറൂസ്, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ. അങ്ങനെയാണ് ന്യായങ്ങൾ. ഇതുപോലെ ചില ആൾക്കാർ അഹ്ലു കിതാബുകാരിലും ഉണ്ടായി എന്നാണ്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അവരുടെ ഉള്ളിൽ പഴയ ചില വിശ്വാസങ്ങളുണ്ട്, അതിനെ തലോടുക, അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അതിനെ ഒന്ന് ഉൾക്കൊള്ളുക. അങ്ങനെ ചില ആൾക്കാർ ഉണ്ട് എന്ന് വ്യക്തമായ മനസ്സിലാക്കിയ റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പരാമർശിക്കുന്ന ആയത്തിന്റെ തൊട്ടു താഴെ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ പരിപൂർണമായും നിങ്ങൾ ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണം. ഒരുപാട് ജഹാലത്തുകൾ നിങ്ങൾ നീന്തി കുളിച്ചവരാണ്, ഇപ്പോൾ നിങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ടവരാണ്, നിങ്ങളിപ്പോൾ തൗഹീദിന്റെ ഗരിമ മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കിയവരാണ്. നാട്ടിൽ നിങ്ങൾ പല ശിർക്കിനും പങ്കെടുത്തവരാണ്. ഇന്ന് അതെല്ലാം കഴുകി ശുദ്ധിയാക്കിയ ശുദ്ധ മനസ്സിന്റെ ഉടമകളാണ്. അതെല്ലാം ഒഴിവാക്കണം, അതെല്ലാം വെടിയണം. നിങ്ങൾ ജൂതന്മാരെ പോലെ നിങ്ങൾക്ക് പറ്റുന്ന ചിലതെടുക്കുക, പറ്റുന്നത് ഒഴിവാക്കുക. ഖുർആനിലെ ഒരു പരാമർശമാണ്. ജൂതന്മാരെ അല്ലാഹു തആല ശപിക്കുവാനുണ്ടായ ഒരു കാരണം എന്താണ്? അതിൽപ്പെട്ട ഒരു കാരണം, ചിലത് അവർ സ്വീകരിക്കും, അവരുടെ കച്ചവടത്തിനൊത്ത്, അവരുടെ കുടുംബത്തിനൊത്ത്, അവരുടെ നാട്ടിനൊത്ത് ചിലതൊക്കെ ഇങ്ങനെ സ്വീകരിക്കും. ചിലത് ഞങ്ങളൊക്കെ തൗഹീദിന്റെ ആൾക്കാരാണ്, ഞങ്ങളൊക്കെ മുജാഹിദുകളാണ്, 21 കാരറ്റാണ്, 21 ഞങ്ങളെക്കാളും മുജാഹിദായാണ് ഇവർ ആരുണ്ട് എന്ന് ചോദിക്കുന്നവർ പോലും. മുജാഹിദ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘടനയല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനീ ദഅവത്തിൽ ഇടം പിടിച്ചവനാണ് മുജാഹിദ്. അല്ലാതെ ഒരു സംഘടന എന്നുള്ളത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉൾക്കൊണ്ടവൻ, ആ തൗഹീദ് ഉൾക്കൊണ്ടവൻ പിന്നെ ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുവാൻ പാടില്ല. എന്നും അങ്ങനെ ഉണ്ട് സഹോദരങ്ങൾ. നമുക്കറിയുമല്ലോ, ഒരാൾ മരിച്ചതിന് ശേഷം ഈ 3-ാം ഫാത്തിഹ, 7-ാം ഫാത്തിഹ, 40 ആണ്ട്, ഇതൊക്കെ ബിദ്അത്ത് എന്ന് മനസ്സിലാക്കിയവരാണ് നാം പങ്കെടുക്കാത്തവരാണ്. എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ കൊച്ചുമ്മയല്ലേ, എൻ്റെ മൂത്തമ്മയല്ലേ, എന്തെങ്കിലുമൊക്കെ അവിടെ കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ അവരെ സഹായിക്കാം. എന്തേ ഇങ്ങനെ ഒരു ചിന്ത വരുന്നു? ഇതാണ് ഈ ചിന്ത. അഹ്ലു കിതാബുകാർക്കുണ്ടായ ചിന്ത പരിപൂർണമായും തിന്മയെന്ന് മനസ്സിലാക്കിയത് ഒഴിവാക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എന്തോ പുഴുക്കുത്തുകൾ ഉണ്ട് സഹോദരങ്ങളെ.
തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കുകയാണ് ഈ ഹിജ്റ സന്ദേശം നൽകുന്ന ഏറ്റവും വലിയ പാഠം. എന്നിട്ട് റബ്ബുൽ ആലമീൻ തൊട്ടടുത്ത് പറയുകയാണ്, ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്. നിങ്ങളെ പരിപൂർണമായും ദീനിന്റെ ശറഇൽ പ്രവേശിച്ചു കൊള്ളുക. സത്യം ഉൾക്കൊണ്ടതിന് ശേഷവും നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ, നിങ്ങൾ അതിൽ നിന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ, മഹല്ലിനെ തൃപ്തിപ്പെടുത്തുവാൻ, ഭാര്യയെ തൃപ്തിപ്പെടുത്തുവാൻ, വേണ്ടപ്പെട്ടവരെ ഒന്ന് പ്രീതിപ്പെടുത്തുവാൻ, സുന്നത്തെന്നും ബിദ്അത്തെന്നും വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അതിൽ ഒരു അഴുകുഴമ്പ് നയം സ്വീകരിക്കുന്നവരെ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് തൊട്ടടുത്ത ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഹിജ്റയുടെ സന്ദേശം ത്യാഗത്തിന്റെ സന്ദേശമാണ്, അതിജീവനത്തിന്റെ സന്ദേശമാണ്, തവക്കുലിന്റെ സന്ദേശമാണ്, പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശമാണ്. ആ ഹിജ്റ നൽകുന്ന ഏറ്റവും വലിയ പാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.